I am going to. Okay, you want to come? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെ, ഇന്ന് മീക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. ഇതിനു മുന്നേ ഡേ കെയർ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ അതൊരു 3 മാസമൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് എപ്പോഴും അസുഖം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നിർത്തി. അങ്ങനെ ഇന്ന് മീക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. ഉണിക്ക് ഭയങ്കര ഹാപ്പിയാണോ? എന്താണ് ഹാപ്പി? Yes, but you all their friends come and sit today, okay? അമ്മേനെ മിസ് ചെയ്യും അപ്പോൾ? Yes. പക്ഷെ ഇന്ന് ഉണ്ണിക്ക് 2 ഫ്രണ്ട്സും കൂടി അവിടെ ഉണ്ട്. ഓൾറെഡി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സായ എഡ്രീൻ ഉണ്ട് അവിടെ. പിന്നെ മീക്കുട്ടിയുടെ ഡേ കെയറിലെ ഫ്രണ്ടായ അശ്വിക ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് പുതിയ കുട്ടികളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾ ഓക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ അതെ, ഞങ്ങൾ ഹാപ്പി തന്നെയാണ് അല്ലേ ഉണ്ണി? ഉണ്ണി എപ്പോഴും കൂടെ ഉണ്ടായിട്ട് ഒരു ദിവസം കൂടെ അല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഉണ്ണി ഹാപ്പി ആണ് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. അതെ, ഉണ്ണി സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ബാഗും ഇതൊക്കെ വാങ്ങിയതിൻ്റെ ചെറിയ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് പിന്നെ ഈ നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം അല്ലേ ഉണ്ണി? ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ ഹാലിഫാക്സിലെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. മീൻകുട്ടിക്ക് ഷൂസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാഗ് ഇതിന് മുൻപ് ഞാനും മീൻകുട്ടിയും കൂടി വന്ന് വാങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ പിന്നെ കാണും. ഷൂസ് തപ്പി നടന്നപ്പോഴാണ് ലിൻഡിൻ്റെ ഷോപ്പ് ഞങ്ങളുടെ കൺമുന്നിൽ പെട്ടത്. പിന്നെ ഞങ്ങൾ വെറുതെ വിടും. അപ്പോൾ ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഴിക്ക് ഒരു ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയാൽ നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ, ഒരു ചോക്ലേറ്റ് ഫ്രീ ആയി കിട്ടും. അമ്മ തരാം. Yeah. How is it? Yummy? Yummy. ലിൻഡിലെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്, വേറെ ലെവലായിരുന്നു. ഐസ്ക്രീമിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. നല്ലതാണ്. പിങ്ക് കളർ എനിക്ക് ഇഷ്ടമുള്ള. ന്യൂ ഷൂ. ഞങ്ങൾ ഷൂ വാങ്ങാൻ വേണ്ടി സ്കെച്ചേഴ്സിലാണ് കയറിയത്. നമ്മൾ രണ്ടാമത്തെ ഐറ്റം വാങ്ങുമ്പോൾ 30% ഓഫർ ഉണ്ട്. പക്ഷെ ഞങ്ങളിത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ണിനെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകില്ല ഉണ്ണി? 30% ഓഫർ ഉണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും ഒന്നുകൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങാണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ പുറത്തിറങ്ങി. നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ പുറത്തിറങ്ങി. ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഞങ്ങൾ വാൾമാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് മീക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. സ്കൂൾ തുറക്കാറായതുകൊണ്ടാണ് തോന്നുന്നു കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം വാങ്ങിയത് ഞങ്ങൾ ഇതാണ്. അവളിത് കണ്ടപ്പോൾ തന്നെ ഇത് മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെയിലി അവൾക്ക് കൊടുത്തു വിടണമല്ലോ. ഞങ്ങളിപ്പോൾ ഓടി പോകുന്നത് എങ്ങോട്ടാണ് ഉണ്ണി? മീക്കുട്ടിയുടെ സ്കൂള് നാളെ ഓപ്പൺ ചെയ്യും. അപ്പോൾ അവർ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം മെയിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഓക്കെ പോയിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞത് അവിടെ ഓൾറെഡി ഉണ്ട് അവളുടെ പേര്. വിശദമായി ഞാൻ വന്നിട്ട് പറയാം അല്ലേ? കുറച്ച് ഓട്ടത്തിലായതുകൊണ്ട് കിതയ്ക്കാണ്. വിശദമായി ഞങ്ങൾ വന്നിട്ട് പറയാം. സ്കൂൾ കിട്ടുമെന്നുണ്ടെങ്കിൽ
വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അല്ലേ. ഇതായിരുന്നു മേഴ്ക്കുട്ടിയുടെ ഡേ കെയറിൻ്റെ പ്ലേ ഗ്രൗണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം നമുക്ക് അവിടെ പോയിട്ട് ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണാം. പോയിട്ട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. പോയി ഞങ്ങൾ ഫില്ല് ചെയ്തു പോന്നു, അത്ര തന്നെ ഉണ്ടായുള്ളൂ. ക്ലാസ് റൂമൊക്കെ കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. ഇതാണ് മേഴ്ക്കുട്ടി പോകാൻ പോകുന്ന സ്കൂള്. സ്കൂളിൽ പോയപ്പോഴാണ് കുറച്ച് ലിസ്റ്റ് തന്നിരുന്നു എന്തൊക്കെ പിറ്റേ ദിവസം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം നമ്മളടുത്ത് ഇല്ലാത്തത് ഡോളാറമേൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. നാളെ രാവിലെ പോകണമല്ലോ. നമ്മൾ നെയിം സ്ലിപ്പ് എടുത്തു. സൂപ്പർ. ഇനി എല്ലാത്തിനും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. അമ്മ അത് കൊടുത്തിട്ട് ആ ബാഗില് കളർ പെൻസിലുണ്ട്, ആ റെഡ് ബാഗില്. റെഡ് ബാഗില് ഇതുണ്ട് പെൻസിൽ. ഉണ്ണിക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതാണ് ഉണ്ണിയുടെ ലഞ്ച് ബോക്സ് ഇടാനുള്ള ബാഗ്. I want this. This one. Like horizontal. ഉണ്ണിയുടെ സ്കൂൾ ബാഗിൽ ഒട്ടിച്ചു. We need names. ഇതാ ലഞ്ച് ബോക്സ്. ഒട്ടിച്ചോ, സ്റ്റിക്കർ ഉണ്ടല്ലോ. I want this. Wait. Yeah. Tiger. ടൈഗർ. കഴിക്കാൻ പോകുമ്പോൾ ലഞ്ച് ടൈം വരും. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ഉണ്ണിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുസ്തകവും പെന്നും നല്ല വേണ്ടത്. ഇതൊക്കെയാണ് അല്ലേ ഉണ്ണി? എന്തൊക്കെ വേണ്ടി കാണിച്ചു കൊടുക്ക്. ഇതെന്താ ഉണ്ണിയുടെ സ്നാക്സ് ബോക്സ്. See. ഇത് ഉണ്ണിയുടെ ബാഗ്. Yeah. ഒരു സെക്കൻഡ്. ഇത് ഉണ്ണിയുടെ ബാഗ്. That. ഇതെന്താ? Me. ലഞ്ച് ബോക്സ്. Lunch. ലഞ്ച് ബോക്സ് ഉള്ളിലുണ്ട്, അത് കാണിച്ചു. ഇതാ വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, കാണിച്ചു കൊടുക്കടാ ഇങ്ങനെ. നൈസ്. Bye. Tomorrow I going to look it. Bye. മേഴ്ക്കുട്ടി ഇതാ അച്ഛൻ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് അവളെ ലഞ്ച് ബോക്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത്. Wow. Nice. സ്പൂൺ വെക്കണേ, അത് മറന്നു. അല്ലെ സ്നാക്സ് ബോക്സിൽ വെക്കണം. Now close it. ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ ചൂട് പോവും. ഇവിടുത്തെ സ്കൂളിൽ എന്തൊക്കെയാണെന്ന് അറിയോ കൊടുത്തുവിടേണ്ടത്? 2 ജോഡി ഡ്രസ്സ് എക്സ്ട്രാ വെക്കണം ആദ്യത്തെ ദിവസം കേട്ടോ. പിന്നെ അവരതൊക്കെ അവിടെ തന്നെ വെക്കും. പിന്നെ ഒരു എക്സ്ട്രാ ഷൂ കൊടുത്തു വിടണം. പിന്നെ വേണ്ടത് ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, ഒരു ബാഗൊക്കെയാണ്. ഇതാ ഞാൻ എല്ലാം ബാഗിലെടുത്ത് വെക്കുകയാണ്. എന്നത്തെ പോലെ നമ്മൾ ഇന്നും ലേറ്റാണ്. വേഗം റെഡിയായി വേഗം പോവാൻ നോക്കുകയാണ്. ഹെവി
അമ്മ അവിടെ പോയിട്ട് തരാം. ഓക്കെ, നമ്മൾ പോയോണ്ടിരിക്കുമ്പോൾ കുട്ടികളെല്ലാം ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സ്കൂളിലേക്കുള്ള ഓട്ടപ്പാച്ചലിലാണെന്ന് തോന്നുന്നു. എന്താ അവിടെ എത്ര ക്യൂ? 9 മണിക്ക് തുറക്കണ്ടാവും. ഞങ്ങൾ പോയപ്പോൾ വലിയൊരു ക്യൂ, അതായത് 9 മണിക്കാണ് ഗേറ്റ് തുറക്കുള്ളൂ, എന്നാലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ കുട്ടികളെല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഓരോ കുട്ടികളായിട്ട് അവർ അറ്റൻഡൻസ് എടുത്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. അതാ എഡ്രിയന്റെ കൂടെ പോയി ക്യൂ പോയി. ഇതമ്മ പിടിക്കാൻ അവിടെ പോയിട്ടേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും എഡ്രിയനും ജെനിഫറൊക്കെ എത്തിയിരുന്നു. അങ്ങനെ മീഴ്ക്കുട്ടിക്ക് ഫ്രണ്ട്സായി. പിന്നെ മീഴ്ക്കുട്ടിയുടെ ഫ്രണ്ട് അശ്വിക ഉണ്ടായിരുന്നു. എല്ലാവരും സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് സൂപ്പർ ലുക്കിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് കടത്തി വിടുന്നത്, അല്ലെങ്കിൽ അവർ കടത്തി വിടില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് പുറത്തേക്ക് മാത്രമാണ്, ഉള്ളിലേക്ക് അവരെ കയറ്റി വിടുകയാണ് ചെയ്യുക. ഇതാണ് മിഴിയുടെ സ്പേസ്. അവൾക്ക് ലഞ്ച് ബോക്സും ഷൂസും പിന്നെ എല്ലാം വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ്. അവിടെ മിഴിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ണി ഇത് സ്നാക്സ് ബോക്സ്, മറ്റേത് ലഞ്ച് ബോക്സ് കേട്ടോ. ബാഗ് കയ്യിൽ വെച്ചോളൂ. ഉണ്ണി എഡ്രിയൻ്റെയും കൂടി കഴിഞ്ഞിട്ട് കയറത്തേക്ക് കയറിക്കോ. ഓക്കെ, 3 ആളും കൂടി കയറി അവിടെ തന്നെ വെച്ചു ആ ബാഗ്. എഡ്രിയന്റെ കൈ പിടിക്കേ, 3 ആളും കൂടി പോയിക്കോളി. അങ്ങനെ ഇവർ 3 ഫ്രണ്ട്സും കൂടി അവരുടെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. 3 പേരും കൂടി കയറിയിട്ടുണ്ട്. ഇനി അവിടെ പോയി അവർക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, ഒരുപാട് പഠിക്കാനുണ്ടാവും. അംഗം ഇവിടെ തുടങ്ങുകയെന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രമാത്രം പ്രഷർ ഇവർക്കില്ല. ഇവർ ഫുള്ള് കളി തന്നെയായിരിക്കും. ഈ 5ാം ക്ലാസ്സൊക്കെ എത്തിയിട്ടാണ് ഇവിടെ കുറച്ച് പഠിപ്പിക്കുക എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏട്ടാ ഫസ്റ്റ് സ്കൂളിലെത്തി, എന്താ പറയുന്നത്? ഓൾ ദ ബെസ്റ്റ്. ഉണ്ണി അച്ഛനെ പോലെ വലിയ ആളായിട്ട്. ഓ, പുതിയ ഫ്രണ്ടിനെ കിട്ടി. ബർത്ത്ഡേ അല്ലേ? ഉണ്ണി ഉണ്ണി ബൈ ബൈഡാ. ഉണ്ണി അമ്മ അച്ഛന് വൈകുന്നേരം വരാം. ഓക്കെ ഓക്കെ ബൈ ഉമ്മ. അങ്ങനെ മിഴ്ക്കുട്ടി സ്കൂളിൽ പോയി. ഞങ്ങൾ രണ്ടാളും ഇതാ വീട്ടിലേക്ക് എത്തി. സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ സങ്കടമുണ്ട്. അവളെ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അവളിവിടെ ഉണ്ടാവുമല്ലോ. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം പിന്നെ ഞങ്ങളും ഹാപ്പിയായി. എന്താ പറഞ്ഞിട്ടപ്പം മനസ്സിൽ ഹാപ്പി. സോ ഫസ്റ്റ് ഡേ സ്കൂൾ ആയതുകൊണ്ട് ഒരു വ്യത്യാസം. ഉണ്ണി ഹാപ്പി ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മളും അല്ലേ, അതെ. അവള് വീട്ടിലില്ലാത്തതിന്റെ ഒരു ഇതുണ്ട് അല്ലേ, വീട് ഉറങ്ങിയ പോലെ. പക്ഷെ എന്തായാലും സ്കൂളിൽ ചേർക്കാം. സോ ഇതാണ് റൈറ്റ് ടൈം ടു. ഓക്കെ. മീൽക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. എന്തായിരുന്നാവോ, ഫസ്റ്റ് ഡേ കെയറിൽ പോയ ദിവസം ഇതേപോലെ രാവിലെ സന്തോഷത്തോടെയാണ് പോയത്. പക്ഷെ അന്ന് കുട്ടികളെ ആരെയും അറിയണ്ടായിരുന്നില്ല.
പക്ഷെ വൈകുന്നേരം വരുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്നാലും അവൾ ഓക്കെ ആവുമെന്ന് തോന്നണം. അവർ രണ്ടുപേരും ഉണ്ടാവുന്നതുകൊണ്ട് പോയി നോക്കാം. എത്താറായിട്ടുണ്ട്, പോയി നോക്കാം. ചിലപ്പോൾ എനിക്ക് അകത്തെ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ബട്ട് പുറത്ത് വന്നിട്ട് ഞാൻ കാണിക്കാം എന്തു പറയുന്നു. പാർക്ക് ഞാൻ വന്നപ്പോൾ ആ ഡോറ് ലോക്കാണ്, ഓപ്പൺ അല്ല. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പിന്നെയാണ് അറിഞ്ഞത് അവർ വേറെ സൈഡിൽ കളിക്കുകയെന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഉണ്ണി ഉണ്ണി എന്തിനാ വിളിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? Mommy. നോക്കട്ടെ ഉണ്ണി. ഒരാള് പാർക്കിൽ കയറി വരുന്നില്ല, ഞാൻ പെട്ടു. ഉണ്ണി വാടാ, വാ വീട്ടിൽ പോവാടാ, പ്ലീസ് പ്ലീസ് കം. അപ്പോൾ ടബ് തരില്ല കേട്ടോ, ടബിൽ ഞാൻ കുളിക്കാൻ. ഇവിടെ കുട്ടികൾ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീനെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കടത്തി വിടും. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ്? സൂപ്പർ. Yes, and I played so much time, and I പഠിച്ചോ വല്ലതും? yes. എന്താ പഠിച്ചേ? A B C D E F C H I J K L M. അവളുടെ വിശേഷങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.